ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും 16 വയസ്സുള്ള ലൂയിനെ ഷെന്നിനെയാണ് കാണിക്കുന്നത്. അവരെ രണ്ടുപേരെയും കൂടി ഒന്നിച്ച് സ്കൂളിലൊക്കെ കൊണ്ടാക്കുവാനായിട്ടായിരുന്നു ഡ്രൈവർ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഷെന്നാകട്ടെ കുറച്ചു ദൂരമൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും തനിയെ നടന്നു പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ്. അത് കണ്ട് ഉടനെ തന്നെ ലൂവും വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. നമ്മൾ രണ്ടുപേരും സ്കൂളിലേക്ക് ഒരേ വണ്ടിയിലൊക്കെ വന്ന് ഇറങ്ങുന്നത് ആരും കാണാതെയൊക്കെ ഇരിക്കുവാനായിട്ടില്ലേ, നീയും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ലൂവും ഷെന്നിന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ലൂവിന്റെ അമ്മയാകട്ടെ ഷെന്നിനെയും കൂടി സ്കൂളിൽ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷെന്നിന് തന്നെ ആരും നോക്കട്ടെ, യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മതി, നീയും എന്നെ കണ്ടതായിട്ട് പോലും മൈൻഡ് ചെയ്യേണ്ടതായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ലൂവും സ്കൂളിലേക്കൊക്കെ പോകുന്നു. അടുത്തായിട്ട് 2024ഒക്കെയാണ് കാണിക്കുന്നത്. ഷെന്നാകട്ടെ ലൂ പങ്കെടുക്കുവാനായിട്ട് തീരുമാനിച്ചോ ഇല്ലയോ എന്നൊന്നും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ പോലും അവന്റെ പ്രൊഫൈലൊക്കെ തയ്യാറാക്കുകയാണ്. സോം ഇനിയും അവനുമായിട്ട് ഒന്നിക്കുവാനായിട്ടൊരു പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ഷെന്നിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് മാത്രമാണ് താനും പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നതെന്ന് ഷെന്നും അറിയിക്കുന്നു. ഷെന്നും ബോസിനെ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ബോസ് ഉള്ളത് ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യമൊക്കെ ഷെൻ മനസ്സിലാക്കുന്നത്. സോ അവളും ഉടനെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ എത്തി ബോസിനെയും കാണുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ബോസ് മാത്രമല്ല, മറിച്ച് ഷെന്നും ബോസും കൂടി ചേർന്നിട്ടായിരുന്നു ഈ ഒരു കമ്പനിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവർക്ക് ഫണ്ടൊക്കെ കൊടുത്തോണ്ടിരുന്ന ആൾക്കാരാകട്ടെ 6 മില്യനൊക്കെ കുറച്ചിട്ടുണ്ട്. ആ ഒരു 6 മില്യൺ കുറയ്ക്കുന്നത് വഴി പല പല ആൾക്കാർക്ക് കൊടുക്കുവാനുള്ള സാലറി പോലും കട്ടാകുന്നതായിരിക്കും. സോ ആകെ ഒരു പ്രശ്നത്തിലൊക്കെ ആയിരുന്നു ബോസ് ഉണ്ടായിരുന്നത്. അവർ വിചാരിച്ചത്ര പണം ഒന്നും തന്നെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് എന്റെ കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനാകട്ടെ അതൊക്കെ കൊടുത്തിട്ട് കിട്ടുന്ന പണമൊക്കെ മേടിക്കാം, ആ ഒരു പണം വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഷെൻ പറയുന്നത്. ഷെന്നും തിരിച്ച് വീട്ടിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ലാപ്ടോപ്പ് ഒക്കെ തുറന്നു നോക്കുന്നുണ്ട്. അതിന്റെ അകത്താകട്ടെ പണ്ട് ഇവരെടുത്ത ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൂവും ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ അവരുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ കണ്ടിരിക്കുകയാണ്. അവർ ആദ്യമായിട്ട് ജർമ്മനിക്ക് പോയതും ഫെരിസ് വീലിലൊക്കെ കയറി കിസ് ചെയ്തതും എല്ലാം തന്നെ കാണുന്ന ഷെന്നും ആകെ കരയുകയാണ്. ലു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുവാനായിട്ടായിരുന്നു ബോസ് ലൂവിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ 6 മില്യന്റെ കുറവൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഷെൻ ആകട്ടെ അവളുടെ വീടൊക്കെ പണയം വെക്കുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനും എന്റെ കൂടി വീടൊക്കെ വെക്കാമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിലോ ഞങ്ങൾക്ക് പണമൊക്കെ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും, നീയും പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണമെന്നൊക്കെ ബോസ് പറയുമ്പോഴത്തേക്കുമാണ് ഇതുപോലെ ഷെൻ വീടൊക്കെ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ച കാര്യമൊക്കെ അവനും അറിയുന്നത്. പ്രോഗ്രാമിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യമൊക്കെ എത്രയും വേഗം അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ബോസിനൊക്കെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ പോലും നേരെ വന്നിട്ട് ചെങ്ങിന്റെ അടുത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അതായത് അവരാകട്ടെ അവരുടെ റിസോർട്ടൊക്കെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് കുറച്ച് പണമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പണമൊക്കെ എടുത്തിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെയാണ് ലൂ പറയുന്നത്. പക്ഷെ ഇത്രയും വലിയൊരു തുകയൊക്കെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് ചെങ്ങിന് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ലൂവും താൻ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വായിച്ചതാണെന്നും ഇത് ഉറപ്പായിട്ടും സക്സസ് ആവുമെന്നും അതുകൊണ്ട് തന്നെ നമുക്ക് പണം നഷ്ടപ്പെടുകയില്ല എന്നുമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ചെങ്ങിന് വിശ്വാസാഘാതൊക്കെ വരുമ്പോഴത്തേക്കും ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്ന എഗ്രിമെന്റ് ഒക്കെ ലൂവും ചെങ്ങിന് കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം തന്നെ വായിച്ചൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് ഇവരുടെ റിസോർട്ടിന് ഇതുകൊണ്ടൊക്കെ ഗുണമുണ്ടാവുമെന്ന കാര്യമൊക്കെ ചെങ്ങും മനസ്സിലാക്കുന്നത്. സോ ചെങ്ങും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ലൂവും ഇപ്പോൾ ഷിന്നിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. ഞാൻ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് തയ്യാറാണ്, പക്ഷെ അതിന്റെ ഒപ്പം തന്നെ എന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒക്കെ ഇൻവെസ്റ്റർ ആക്കണം, എന്റെ കയ്യിൽ ഒരു 6 മില്യനൊക്കെ ഉണ്ട്, അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ലൂ പറയുമ്പോഴത്തേക്കും ബോസ് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ലൂവിനെ അറിയിച്ചു എന്ന കാര്യമൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്കൊരു ഇൻവെസ്റ്റർ ആയിട്ട് വേണ്ട, മറിച്ച് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാത്രം മതി എന്നൊക്കെ ഷെൻ പറയുന്നുണ്ടെങ്കിൽ പോലും അവനും കുറെ അധികം എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പുരോഗതി ഉണ്ടാവുമെന്നൊക്കെ അവനും പറയുന്നു. മാത്രമല്ല ഈ ഒരു സമയത്ത് നമുക്ക് ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ട് മാത്രം നിന്നാൽ മതി എന്നൊക്കെ അവൻ പറയുന്നതും കൂടി കേൾക്കുമ്പോഴത്തേക്കും അവള് സമ്മതിക്കുകയാണ്. അവന്റെ ബാക്കിയുള്ള കണ്ടീഷൻസ് ആകട്ടെ പ്രോഗ്രാം എല്ലാം തന്നെ അവന്റെ റിസോർട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ പ്രോഗ്രാമിൽ ആരൊക്കെ പങ്കെടുക്കണം വേണ്ട എന്നത് തീരുമാനിക്കുവാനുള്ള ഒരു അവകാശം കൂടി അവന് ലഭിക്കണമെന്നതുമായിരുന്നു. എന്തായാലും അതെല്ലാം തന്നെ ഷെൻ അംഗീകരിക്കുന്നു. പക്ഷെ അവനും ഫ്രീ ആയിട്ടൊക്കെ പണം നൽകുന്നതിനോട് അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 8% പലിശയൊക്കെ വെച്ചിട്ട് മതി പണം എന്ന രീതിക്കാണ് അവളും സംസാരിക്കുന്നത്. ബോസും ഷെന്നും കൂടി ചേർന്നിട്ടാണല്ലോ കമ്പനിയൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ ചെങ്ങും ലൂവും കൂടി ചേർന്നിട്ടാണ് റിസോർട്ടിന്റെ ബിസിനസ് ഒക്കെ നടത്തുന്നത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ലൂവിന്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള സെയിം അവിടെ എത്തിക്കുകയാണ്. സെയിനെ ഷെന്നിന് പണ്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഷെന്നാകട്ടെ സൈനയും കൂടി പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ഒക്കെ ചെയ്യുന്നു. പക്ഷെ അവളും എപ്പോഴും ജോലിയുടെ കാര്യങ്ങൾ മാത്രമായിട്ടൊക്കെ നടന്നത് കൊണ്ട് തന്നെ അവൾക്കൊരു ലവറോ അല്ലെങ്കിൽ ഒരു എക്സോ ഇല്ല.
അതുകൊണ്ട് തന്നെ തനിക്കും പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ടൊന്നും കഴിയുകയില്ല എന്നൊക്കെ സയും പറയുകയാണ്. ലൂവും ടീമും ആകട്ടെ അവരുടെ കമ്പനിയിലേക്ക് എഗ്രിമെന്റ് ഒക്കെ വയ്ക്കുന്ന മറ്റൊരാളെ കാണുവാനായിട്ടൊക്കെ റിസോർട്ടിലേക്ക് മടങ്ങി എത്തിക്കുകയാണ്. പക്ഷെ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് ഇവരെല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുന്ന ആള് ജിയോ ആണെന്നുള്ള കാര്യമൊക്കെ അവരും മനസ്സിലാക്കുന്നത്. ഈ ഒരു ജിയോ ആകട്ടെ കുറെ കാലമായിട്ട് ഷെന്നിന്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ ലൂവിന് വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് നിൽക്കുന്നതും. റേസ് അഗൈൻസ്റ്റ് ടൈം എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്താകട്ടെ നമ്മളും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ജയും സിയുവിനോടൊക്കെ പറയുന്നുണ്ട്. സിയുവും അവളെ കണ്ടതായിട്ട് പോലും ഓർക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഒക്കെ ആയിട്ടായിരിക്കും അവൾ ഇരുന്നിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ച് അത് പറയുമ്പോഴത്തേക്കുമാണ് അവളും കണ്ടസ്റ്റന്റ് ആയിട്ടായിരുന്നു മത്സരിക്കുവാനായിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അറിയിക്കുന്നത്. അടുത്തതായിട്ട് ചെങ്ങാക്കട്ടെ ഇതേ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് സിയോനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ കണ്ടസ്റ്റന്റ് ആണെന്നൊക്കെ ജിയോവും ഓർക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സിയു പറയുമ്പോഴാകട്ടെ താനൊരു കണ്ടസ്റ്റന്റ് ഒന്നും ആയിരുന്നില്ല, മറിച്ച് ഓഡിയൻസ് ആയിരുന്നു എന്നൊക്കെ ചെങ്ങും പറയുന്നു. പണ്ടാകട്ടെ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് താനും ഷെറിനെ മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ആരെയും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന രീതിക്കൊക്കെയാണ് സിയുവും സംസാരിക്കുന്നത്. റിസോർട്ടിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് അവന് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ റിസോർട്ട് മൊത്തത്തിലൊന്ന് ചുറ്റി കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി പോവുകയാണ്. ലൂ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം മാത്രമേ സിയുവിന് അറിയിക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ലൂവും ഷെന്നും ഒന്നിച്ചാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതെന്നുള്ള കാര്യമൊക്കെ അറിയുമ്പോഴത്തേക്കും നീ എന്തിനാണ് ഇതിനൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് സിയുവും ചോദിക്കുന്നത്. ബ്രേക്കപ്പ് ഒക്കെ ആയതിനു ശേഷം ഒരു ദിവസം സിയു അവളുടെ വീട്ടിലൊക്കെ എത്തിയ സമയത്താകട്ടെ റൂമിൽ ഒന്നും തന്നെ വെട്ടം കയറാത്ത രീതിയിലൊക്കെ അവളും എല്ലാം തന്നെ അടച്ചൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അവനും കർട്ടനൊക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോഴത്തേക്കും അവളും ഇരുട്ടത്തൊക്കെ ഒളിച്ചിരിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. അവളാകട്ടെ ഫുഡ് പോലും കഴിക്കാതൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ തളർന്നൊക്കെ വീഴുകയാണ്. പിന്നീട് അവൻ തന്നെയാണ് അവളെ ഫുഡ് കഴിക്കുവാനായിട്ടൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴാകട്ടെ ഒരാള് കത്തിയൊക്കെ എടുത്തിട്ട് എന്നെ ഇഞ്ചിച്ചായിട്ട് കുത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ അവളും പറയുന്നു. എന്നാൽ നിനക്ക് അവനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തൂടെ എന്നൊക്കെ സിഒ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളാകട്ടെ ഞങ്ങൾ ഇനിയും കോണ്ടാക്ട് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞിട്ട് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നതായിരിക്കും. അതിലും ഭേദം കാണാതെയൊക്കെ ഇരിക്കുന്നതാണെന്നുള്ള രീതിക്കാണ് അവളും ഉള്ളത്. നീ ഒരിക്കലും വിഷമിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഇത് ജീവിതത്തിൽ ഒരു പാഠമായിട്ടൊക്കെ കൈക്കൊണ്ടിട്ട് നീയും ഇനി ഇതേ അബദ്ധം ആവർത്തിക്കാതെയൊക്കെ ഇരിക്കണമെന്നൊക്കെ അവനും പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഇവനുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും വേണ്ട എന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാണ് വീണ്ടും അവനെ കോണ്ടാക്ട് ഒക്കെ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് സിയു നിൽക്കുമ്പോഴത്തേക്കും എന്റെ ഒരു കാര്യത്തിൽ നീ ഇടപെടുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഷെന്നും പോകുന്നു. അവര് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താകട്ടെ ഒരു കാര്യമൊക്കെ സിയുവും പറയുകയാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഷെന്നും സിയുവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ലു ആകട്ടെ സിയുവിനെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കേസൊക്കെ പോലീസ് സ്റ്റേഷൻ വരെയും പോയെന്നൊക്കെ സിയു പറയുമ്പോഴത്തേക്കും താനും അന്ന് തന്നെ അവന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ലുവും അറിയിക്കുന്നു. ഞാനും ആ ഒരു കാര്യമൊക്കെ അന്ന് തന്നെ മറന്നതാണ്. അഥവാ എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കമ്പനിയുടെ പവറൊക്കെ വെച്ചിട്ട് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്നൊക്കെ ജിയോ പറയുമ്പോഴത്തേക്കും നീ കമ്പനിയുടെ സീനിയർ മാനേജർ മാത്രമല്ലേ, അങ്ങനെ ഇരിക്കെ നിനക്ക് എന്ത് പവറാണ് ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് അവനെ കളിയാക്കുകയായിരുന്നല്ലോ. ഷെന്നിന് കുറച്ച് പണത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടെന്നുള്ള കാര്യമൊക്കെ സിഇഒ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിഇഒ ആകട്ടെ തന്റെ കോണ്ടാക്റ്റിലുള്ള ചില ആൾക്കാരോട് പണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അറിയിക്കുമ്പോഴത്തേക്കും അവൾക്ക് പണമൊക്കെ കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ലൂവും പറയുകയാണ്. അപ്പോൾ ലൂ പണം നൽകാമെന്ന് പറഞ്ഞത് കൊണ്ടാണോ ഇവനെ പ്രോഗ്രാമിലൊക്കെ നിനക്കും പങ്കെടുപ്പിക്കേണ്ടതായിട്ട് വന്നത്? എന്തായാലും അവന്റെ പണമൊന്നും നമുക്ക് ആവശ്യമേ ഇല്ല എന്ന രീതിക്കൊക്കെ ശിവ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഷെന്നിന് അതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ചെങ്ങും ഞങ്ങൾക്ക് ഷെന്നിന് ഒരുപാട് വിശ്വാസമാണ്, അവളും ഈ ഒരു പ്രോഗ്രാം ഒക്കെ നല്ല രീതിക്ക് തന്നെ നടത്തും, അതുവഴി ഞങ്ങൾക്കും കുറെ അധികം പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കുമെന്ന രീതിക്കൊക്കെ അവനും സംസാരിക്കുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.